ആന എഴുന്നള്ളിപ്പിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ആനകളെ വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് എന്തിനു കൊണ്ടുപോകുന്നെന്ന് ഹൈക്കോടതി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞതിലാണ് കോടതിയുടെ വിമർശനം. പടക്കം പൊട്ടിയപ്പോൾ ആന പേടിച്ചെന്നാണ് ഗുരുവായൂർ ദേവസ്വം കോടതിയെ അറിയിച്ചത്. എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആനകളുടെ ഭക്ഷണകാര്യങ്ങളും മറ്റും എങ്ങനെ ഉറപ്പാക്കുന്നെന്നും കോടതി ചോദിച്ചു. വിശദാംശങ്ങൾ അറിയിക്കാൻ ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തഫ ചേർന്നു. മുസ്തഫ, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചതാണ്. അതിനാണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ കൊയിലാണ്ടി സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിമർശനങ്ങൾ? ധന്യ, ഈ ഗുരുവായൂർ ആനകളുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് ക്ഷേമവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഒരു ഹർജിയുണ്ട്, സംഗീത അയ്യരുടെ ഹർജിയുണ്ട്. ആ വിഷയം ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകൾ കൊയിലാണ്ടിയിലെ മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇടഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ വിരണ്ടോടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം കോടതിയുടെ പരാമർശത്തിൽ വന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ വെടിക്കെട്ട് നടന്നപ്പോഴാണ് ആനകൾ വിരണ്ടോടിയതെന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു വിശദീകരണം. അപ്പോഴാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതായത് ഇങ്ങനെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് എന്തിനാണ് ആനകളെ കൊണ്ടുപോകുന്നതെന്നാണ് കോടതി വിമർശിച്ചത്. പടക്കം പൊട്ടിയപ്പോൾ ആന പേടിച്ചെന്ന ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മറുപടിക്കാണ് ഹൈക്കോടതിയുടെ വിമർശനം. എന്തായാലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളെ ഇങ്ങനെ പ്രത്യേകിച്ച് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇല്ലാത്ത ആനകളെ എങ്ങനെ ഈ ആനക്കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ആ കോടതി കഴിഞ്ഞ തവണയും ഈ ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ സമാനമായ വിമർശനം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുമ്പോൾ ആനകളുടെ ഭക്ഷണം അതോടൊപ്പം തന്നെ മറ്റു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പെടുത്തുന്നത്, അത് സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കെ ഇങ്ങനെ ഇത്രയും അധികം ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ വിമർശനം കോടതി ഉന്നയിക്കുന്നുണ്ട്. ഈ സംബന്ധിച്ച ഒരു വിശദാംശങ്ങൾ അറിയിക്കാൻ ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ധന്യ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ നിരവധിയായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയാണ് ഇപ്പോഴും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നതുകൊണ്ട് കൂടുതൽ വിമർശനം കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. ധന്യ. ശരി മുസ്തഫ.